ഒരു അതിവേഗ പാതയോ അതിവേഗ പാതയോ ഇന്ത്യ രാജ്യത്തിന് അനുപേക്ഷണീയമാണ് എന്നതിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുവിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കേരളം പോലെ ഒരൊറ്റ നഗരമായി വളരുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു അതിവേഗ തീവണ്ടിപ്പാത അല്ലെങ്കിൽ അതിവേഗ തീവണ്ടിപ്പാത എന്ന കാര്യത്തിലും പൊതുവിൽ വ്യക്തതയുള്ള കാര്യമാണ്. അത് നടപ്പാക്കുമ്പോഴുള്ള പ്രായോഗിക പ്രശ്നങ്ങളിൽ തട്ടിയാണ് പലതരത്തിലുള്ള തർക്കങ്ങൾ പലരും ഉന്നയിച്ചത്. പക്ഷെ നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴും രാജ്യത്തിന്റെ പല ഭാഗത്തും ഇത് നടപ്പാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കേരളം മാത്രമായി ഇതിൽ പിന്നിൽ പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ തർക്കങ്ങൾ ഉണ്ടാക്കി അതിൽ നിൽക്കുക എന്നുള്ളതല്ല, പ്രായോഗികമാക്കുക എന്നതിലാണ് ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് 49% പങ്കാളിത്തമുള്ള കേരളം, കേന്ദ്ര സർക്കാരിനാണ് ഇന്ത്യൻ റെയിൽവേയുടെ നമ്മുടെ രാജ്യത്തെ ഭരണഘടന പ്രകാരമുള്ള അതിന്റെ കേന്ദ്ര പട്ടികയിൽപ്പെട്ട ഒരു വകുപ്പ് കൂടിയാണ് എന്നതുകൊണ്ട് അവരാണ് അന്തിമമായ അനുമതി എല്ലാ കാര്യത്തിലും നൽകേണ്ടത് എന്നുകൊണ്ട് തന്നെ പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാക്കി മാറ്റുന്നതിന് സഹായകരമായ തരത്തിൽ നിന്നുകൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളാണോ കേന്ദ്ര സർക്കാർ പറയുന്നത് അത് സ്വീകരിക്കുക തന്നെയാണ് സർക്കാരിന്റെ സമീപനം. ഇന്ന സ്ഥലത്തുകൂടി അലൈൻമെന്റ് വേണം എന്ന് രാഷ്ട്രീയ തീരുമാനമല്ല, സാങ്കേതികമായും അതുപോലെ തന്നെ നടപ്പാക്കുമ്പോഴുള്ള ചെലവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമാണ്. ഒരു അലൈൻമെന്റ് പറഞ്ഞിട്ട് ഒരിക്കലും നടക്കാനാകാത്തൊരു അലൈൻമെന്റാണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ, നഗരങ്ങളെ പിളർക്കുന്ന വിധമാണ് പുതിയ അലൈൻമെന്റ് വരുന്നതെങ്കിൽ ഇന്നത്തെ നിലയിൽ സാമ്പത്തികമായി ഇത് കൈകാര്യം ചെയ്യാൻ കേരളത്തിനാവില്ല. അതേസമയം നമ്മൾ ഗ്രാമങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുമ്പോഴേക്കും അതിന്റെ ഭാഗമായി അവിടെ പരിസ്ഥിതി ആഘാതം കുറയ്ക്കാൻ വയഡക്റ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അവിടുത്തെ വെള്ളമൊഴുക്ക് കൈകാര്യം ചെയ്യാനാകും. ഇങ്ങനെ നിരവധിയായ സാങ്കേതിക പ്രശ്നങ്ങളുള്ള കാര്യമാണ്. ഏത് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് കേരള സർക്കാർ എപ്പോഴും തയ്യാറായിരുന്നു. കേന്ദ്ര സർക്കാർ പ്രതികരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അവര് മുന്നോട്ട് വെച്ചിരിക്കുന്ന എന്താണോ അതിൽ ഈ പദ്ധതിയെ നടപ്പാക്കാൻ തക്കോണം എന്ത് വേണം അതിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന്റെ സന്നദ്ധതയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ശ്രീ അനിൽകുമാർ, ഇതിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇനിയിപ്പോൾ റെയിൽവേ ബോർഡിന്റെ അംഗീകാരം അടക്കം ലഭിക്കേണ്ടത്, എന്നാലും ഈ DPR അടക്കം മാറ്റുമ്പോൾ, അലൈൻമെന്റ് അടക്കം മാറ്റുമ്പോൾ അത് കൂടുതൽ പേരെ കുടിയൊഴിപ്പിക്കുന്നതിലേക്ക്, കൂടുതൽ ഭൂമി ഏറ്റെടുക്കുന്നതിലേക്ക്, കൂടുതൽ പ്രതിഷേധങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകില്ലേ? അല്ല, അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പറയുകയാണ് ഈ സ്ഥലത്ത് വേണ്ട, മറ്റൊരു സ്ഥലം മതി. അത് വിവേചനത്തോടെ പറയാനാവില്ല. അതിന്റെ കാരണം വേണം. കാരണം എന്ന് പറയുന്നത് പരമാവധി ആളുകളെ ബാധിക്കാത്ത വിധവും പരമാവധി നഷ്ടപരിഹാരം ആവശ്യമാർക്ക് കൊടുക്കുമ്പോൾ തന്നെ പരമാവധി പേർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധമുള്ള അലൈൻമെന്റ് ആണ് ഉണ്ടാകേണ്ടത്. അതിലേക്കാണ് കേന്ദ്ര സർക്കാർ വരുന്നതെങ്കിൽ കൂടുതൽ സ്വീകാര്യതയുള്ള കാര്യമാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന വഴി എന്നുള്ളതിൽ വ്യക്തതയില്ല. അതിൽ ഉറപ്പുള്ള കാര്യം ഉണ്ടാകണമെന്ന കാര്യത്തിൽ മാത്രമാണ്.